അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ? ഇപ്പൊ ഭാര്യയായി, കുടുംബമായി, അതിന്റെ തിരക്കുകളൊക്കെ ഉണ്ട്. അതിനിടയിൽ ഒരു കാര്യം പൂർണ്ണമായിട്ടും മറന്നു കളഞ്ഞു. അതെന്താ? ഇതൊന്നും അല്ലല്ലോ നിന്റെ ലക്ഷ്യം. നിന്റെ മ്യൂസിക് അല്ലേ? അതെന്ത് ചെയ്യും? ഈ ചിരി ഞാൻ ഒരുപാട് പെൺകുട്ടികളിൽ കണ്ടിട്ടുണ്ട്. ഹൈ ടാലന്റഡ് ആയ പെൺകുട്ടികളോട് അവരുടെ വിവാഹശേഷം ഇനി എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ ഇതേ ചിരി ചിരിക്കും. എന്ന് പറഞ്ഞാ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? എന്റെ വിവാഹം കഴിഞ്ഞു, ഞാനൊരു ജീവിതം ആരംഭിച്ചു, ഇതൊക്കെ ആരോർക്കുന്നു. പക്ഷേ മോളുടെ കാര്യത്തിൽ അത് സംഭവിക്കാൻ പാടില്ല. നല്ലൊരു ഫ്യൂച്ചർ നിനക്കുണ്ട്. അത് മ്യൂസിക് തന്നെയാ. അത് വിട്ടുകളയാൻ ഞാൻ സമ്മതിക്കില്ല. ആര് വിട്ടുകളഞ്ഞു? ഞാനത് തുടരാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. വരുൺ സമ്മതിക്കും, കണിമംഗൽ തള്ള എല്ലാവരും സമ്മതിക്കും. പിന്നെന്താ പ്രശ്നം? അത് തന്നെയാ ഞാൻ ചോദിക്കുന്നത്. പിന്നെന്താ പ്രശ്നം? അപ്പൊ ഇനി എന്നാ തുടങ്ങുന്നേ? വരട്ടെ, പ്രിയങ്ക കണിമംഗലത്ത് നിന്ന് പോട്ടെ. വരുണിന്റെ തിരക്കുകളെ കുറിച്ചൊക്കെ ഒന്ന് ചോദിക്കണം. അത് കഴിഞ്ഞ് നല്ലൊരു ദിവസം നോക്കിയിട്ട് നമുക്കതങ്ങ് തുടങ്ങിയേക്കാം. മനസ്സിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലേ ഫിദെ? അതെ, മനസ്സില് ഉറച്ച തീരുമാനം വേണം മോളെ. ഈ ജീവിതത്തിന് ഒരു പ്രശ്നമുണ്ട്. അത് പലപ്പോഴും നമ്മളെ പറ്റിച്ചു. നമ്മൾ നിൽക്കുന്ന അവസ്ഥയാണ് ലോകത്തിലെ ഏറ്റവും നല്ല അവസ്ഥയെന്ന് നമ്മളെ തോന്നിപ്പിക്കും. പക്ഷേ സത്യം അതല്ല. എനിക്ക് പറ്റിയ അബദ്ധമൊന്നും എന്റെ മോൾക്ക് പറ്റരുത്.